എന്റെ പ്രിയമുള്ളവരെ, നമ്മളിൽ പലരും ദുആ ചെയ്യുന്നവരോ, പക്ഷേ ആ ദുആ ചെയ്യുന്ന അവസ്ഥയിൽ നമ്മുടെ സാഹചര്യം എങ്ങനെയെന്നറിയുവോ? എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാണ്, ബാങ്ക് വിളിച്ചിട്ട് ഞാനും നിങ്ങളും ദുആ ചെയ്യുന്നവരാ, പക്ഷേ ബാങ്കിന്റെ മഹത്വം എന്താണെന്നറിയില്ല. ആ ബാങ്കിന്റെ ദുആയുടെ മഹത്വം എന്താണെന്ന് നമ്മളിൽ പലർക്കും എന്റെ പ്രിയമുള്ളവരെ അറിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്റെ പ്രിയമുള്ളവരെ ആ ബാങ്കിന്റെ മഹത്വം എന്തെന്നറിയുമോ? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു തരികയാണ്, എന്റെ പ്രിയമുള്ളവരെ, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളില്, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളില് 6 സമയങ്ങളിൽ സംസാരിക്കാൻ പാടില്ല. 6 സമയങ്ങളിൽ ദുനിയാവിന്റെ കാര്യം ഒരു മനുഷ്യന് പറയാ പാടില്ല. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളില് 6 സ്ഥലങ്ങളിൽ ഒരു മനുഷ്യന് ദുനിയാവിന്റെ കാര്യം സംസാരിച്ചാൽ അവന്റെ 30 വർഷത്തെ ഇബാദത്ത് നഷ്ടപ്പെടുകയോ, അവൻ 30 കൊല്ലം ചെയ്തത് മുഴുവനും പടച്ചവനെ നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാനായ അലിയാർ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ 30 വർഷത്തെ അമല് നഷ്ടപ്പെട്ടു പോകുന്നു. ഒന്നാമത്തെ സമയം ഏതെന്നറിയുവോ? അത് പടച്ചറപ്പിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഭവനത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയമുണ്ടല്ലോ. ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യർ ദുനിയാവിന്റെ കാര്യം സംസാരിച്ചാൽ അവന്റെ 30 കൊല്ലത്തെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന് എന്റെ പ്രിയമുള്ളവരെ അലിയാര് നിങ്ങൾ പഠിപ്പിച്ചു തരുമ്പോ നമ്മൾ അധികം പേരും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന സമയം എപ്പോഴോ? ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് മിണ്ടാതെ ഇരിക്കണം. സംസാരിക്കുന്നവന് കിട്ടുന്ന ശിക്ഷ എന്തെന്നറിയുവോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാര് പറഞ്ഞു കൊടുത്താലും പറയാൻ അവനെ കൊണ്ട് കഴിയില്ലോ. അവന്റെ നാവ് പൊങ്ങില്ല എന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ അതിനെ കുറിച്ച് അറിയാത്ത ഒരു മനുഷ്യനും ഈ സദസ്സിലില്ല. പക്ഷേ നമ്മൾ ആ സമയത്ത് സംസാരിക്കുന്നവരോ, എന്റെ പ്രിയമുള്ളവരെ, ആ ബാങ്ക് വിളിച്ചതിന് ശേഷമുള്ള ദുആയുണ്ടല്ലോ, അല്ലാഹുവേ, പ്രവാചകന്റെ ശഫാഅത്ത് ചോദിക്കുന്ന സമയമാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സഹാബാ, ആരെങ്കിലും അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിച്ചാൽ, ആരെങ്കിലും അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിച്ചാ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗം ചോദിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആരെങ്കിലും അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിച്ചാൽ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം ചോദിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ആരെങ്കിലും അല്ലാഹുവിനോട് സ്വർഗ്ഗം തരണേ എന്ന് ചോദിച്ചാൽ ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യാൻ പറഞ്ഞു. ബാങ്കിന് ശേഷമുള്ള ദുആ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഒരു പരിഗണനയുമില്ല. ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നവൻ അങ്ങനെ തന്നെ ഇരിക്കും, ഒന്ന് വെക്കത്തുന്ന താഴ്ത്തൊന്നുമില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 6 സമയങ്ങളിൽ സംസാരിക്കാൻ പാടില്ല. 6 സമയങ്ങളിൽ സംസാരിക്കാൻ പാടില്ല. 6 സമയങ്ങളിൽ ആരെങ്കിലും സംസാരിച്ചാൽ അവന്റെ 30 കൊല്ലത്തെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആ 6 സമയങ്ങളിൽ ഒന്നാമത്തെ സമയം ബാങ്ക് വിളിക്കുന്ന സമയം. ഈ സദസ്സിരിക്കുന്ന എല്ലാവർക്കും അറിയാം, ആ സമയത്ത് സംസാരിക്കാൻ പാടില്ല. ആ സമയത്ത് സംസാരിക്കുന്നവന് നല്ല മരണം കിട്ടില്ല എന്ന് അറിയാത്ത ആരുമില്ല. മദ്രസയിൽ 2ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഇൽമ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, പോയാൽ ജന്നാത്തുൽ ഫിർദൗസിൽ പോകണം. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകനോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, ഈ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം ആർക്കുള്ളതാണ്? ഈ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം ആർക്കുള്ളതാണ്? പ്രവാചകൻ അവിടെ നിന്ന് തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, അത് പ്രവാചകന്മാർ 1,24,000 വരം വരുന്ന അംബിയ മുർസലീങ്ങൾ, അതൻ നബി അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാർ, ശുഹദാക്കൾ, അവർക്കുള്ള പ്രതിഫലമാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം. അവിടെ പ്രവാചകന്മാരും ശുഹദാക്കളുമാണ് കടന്നു പോകുന്നത്. പ്രവാചകൻ ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ
തന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, അവിടെ പ്രവാചകന്മാരും ശുഹദാക്കളും മാത്രമേ കിടക്കത്തുള്ളൂ, ഞങ്ങൾക്കൊന്നും പോകാൻ അവസരമില്ലേ? പ്രവാചകന്മാരും ശുഹദാക്കളും അല്ലാതെ മറ്റാരെങ്കിലും അവിടെ കിടക്കുമോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുന്ന മുഖത്തോടെ പറഞ്ഞു, 6 നന്മ ആര് ജീവിതത്തിൽ ചെയ്യുന്നു, 6 നല്ല കാര്യം ആരുടെ ജീവിതത്തിലുണ്ടോ അവന് ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 6 നല്ല കാര്യം ആര് തന്റെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ അവൻ ജന്നാത്തുൽ ഫിർദൗസിന്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ, അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് 6 ഞാൻ പറയാമെന്ന് വാക്കൊന്നും പറയൂല. എനിക്ക് തന്നിരിക്കുന്ന സമയം, ആ സമയത്തിന്റെ ഉള്ളിൽ പറയാൻ പറ്റുന്നത് പറയാം, എന്നിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അനുസരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒന്ന് കൂടിക്കൂടെ? പോയാ എവിടെ പോണം? സ്വർഗത്തിൽ പോയാ എവിടെ പോണം? സ്വർഗത്തിൽ പോയാ എവിടെ പോണം? ജന്നാത്തുൽ ഉസ്താദ് ഒന്ന് കേറിയാ മതി. ജന്നാത്തുൽ ഫിർദൗസിൽ പോയില്ലെങ്കിൽ സ്വർഗത്തിൽ ഒന്ന് കേറിയാ മതി. അങ്ങനല്ല. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെ എല്ലാവർക്കും അറിയാൻ മരിക്കുന്നു ഇല്ലേ? എല്ലാവർക്കും അറിയാൻ മരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സ്വർഗത്തിൽ പോകുമെന്ന്. കാരണം ഏതെങ്കിലും ഒരു മനുഷ്യൻ മനസ്സറിഞ്ഞുകൊണ്ട് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടുണ്ടോ അവൻ എന്നെങ്കിലും സ്വർഗത്തിൽ കിടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തായാലും നമ്മളൊക്കെ സ്വർഗത്തിൽ പോകും. ഷഹാദത്ത് കലിമ മനസ്സറിഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ള സർവ്വ മുസ്ലിമും എത്ര പാപം ചെയ്തവനാണെങ്കിലും അവന്റെ ശിക്ഷ അനുഭവിച്ചതിന് ശേഷമെങ്കിലും പോകും. അപ്പൊ എന്തായാലും നമ്മൾ സ്വർഗത്തിൽ പോകും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ പോകുമ്പോ എവിടെ പോകണം? ജന്നാത്തുൽ ഫിർദൗസിൽ പോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്തായാലും ഒരു ദിവസം മരിക്കൂലേ? വിശ്വാസം ഉണ്ടാ? മരിക്കൂന്ന് ഉറപ്പുള്ളവരെന്ന് കൈ വെപ്പിക്കും. അതില് എന്നിട്ട് പിന്നെ എന്ത് നന്നാവാതെ? എല്ലാവർക്കും അറിയാൻ മരിക്കുമെന്ന്. സിറാജിനും അറിയാൻ മരിക്കും, നിങ്ങൾക്കും അറിയാൻ മരിക്കും. പിന്നെയും നമ്മൾ നന്നാകാത്തത് എന്തുകൊണ്ടെന്നറിയോ? നമ്മുടെ മനസ്സെപ്പോഴും പറയടാ ഇപ്പോഴെങ്ങും മരിക്കൂലടാ. നമ്മൾ നന്നാകാത്തത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരിച്ചാലും അന്തസ്സോടെ മരിക്കണം. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്തസ്സോടെയുള്ള മരണം എന്ന് പറഞ്ഞാൽ ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അടുക്ക വന്നിരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പറഞ്ഞുതരാ. ഓനറിയാഞ്ഞിട്ടാ പറഞ്ഞു കൊടുക്കണം. ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് ഷഹാദത്ത് കലിമ പറയാൻ അറിയാഞ്ഞിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാവർക്കും അറിയാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരിച്ചാൽ എങ്ങനെ മരിക്കണം എന്നറിയും? മരിച്ചാലും അന്തസ്സോടുകൂടി മരിക്കണം. അന്തസ്സോടുകൂടിയുള്ള മരണം എന്ന് പറഞ്ഞാൽ നീ മരിക്കാൻ കിടക്കുമ്പോ ഷഹാദത്ത് കലിമ പറഞ്ഞു തരാൻ ആരും വേണ്ട. നിന്റെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആരും പറഞ്ഞു തരാൻ വേണ്ട. നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഷഹാദത്ത് കലിമ. അത് വായിച്ചിട്ട് അന്തസ്സോടെ മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? പറ മനുഷ്യന്മാരെ, എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്ന്. അത് വായിക്കണം. എനിക്ക് ആരും പറഞ്ഞുതരാനൊന്നും വേണ്ട. ചങ്ങാതിയുടെ മുഖത്ത് നോക്കിയിട്ട് വായിക്കണം, എന്നിട്ട് അങ്ങോട്ട് പോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആഗ്രഹമുണ്ടാ? അത് വായിക്കാൻ ആഗ്രഹമുള്ളവരെന്ന് കൈവക്കിക്ക്. ഓസിന് കിട്ടൂല. 3 കാര്യം ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്നാ പക്കല്ലേ അത്. ഓസിനങ്ങ് കിട്ടൂല. റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിനെ കാണുമ്പോ ഇവിടെ സർവ്വതം കളഞ്ഞിട്ട് വായും തുറന്ന് ഇങ്ങനെ അടക്കാം ഓരോ മനുഷ്യന്മാര്. ഇസ്രായേലിൽ റൂഹ് പിടിക്കാൻ വരുമ്പോ അത് കണ്ടിട്ടില്ലേ? ഈ മയ്യത്ത് കുളിപ്പിക്കുന്നവർ കണ്ടിട്ടില്ലേ? കാണാൻ സുന്ദരനായിരുന്നു, പക്ഷെ മരിച്ചു അടക്കുമ്പോ മുഖമെല്ലാം കൂടെ കരിക്കട്ടയെ പോലെ ഇരിക്കുക. വായിലൂടെ പതയുന്നവരെയൊക്കെ വന്ന് കണ്ണിങ്ങനെ പോത്തി എത്തി കിടക്കണ പോലെ കണ്ണൊക്കെ തെള്ളി മലമൂത്ര വിസർജനം നടത്തിയിട്ട് ഇങ്ങനെ കിടക്കാ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇസ്രായേലിനെ കാണുമ്പോ തന്നെ പേടി തോന്നി. മൂത്രമൊഴിക്കണ പോയിട്ട് സർവ്വതം കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പൊ ആ ചങ്ങാതിയുടെ മുഖത്ത് എഴുതിയിരിക്കണത് വായിക്കണമെങ്കിൽ നിസ്സാരമായിട്ടൊന്നും കിടക്കില്ല. ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. 3 കാര്യങ്ങൾ നീ നിന്റെ ജീവിതത്തിൽ ചെയ്യും, നിനക്ക് അള്ളാഹു ഭാഗ്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. പോകുമ്പോ നല്ലതുപോലെ പോകണം. അള്ളാഹു നല്ല യാത്ര നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് എല്ലാവരും നല്ലതുപോലെ കേട്ടോ, നല്ല കാര്യങ്ങൾ ചെയ്തോ. ഇനി ആരും നാളെ വഴുതു വെക്കാനില്ല. ഈ സദസ്സിരിക്കുന്ന എല്ലാവരോടും ആദ്യം തന്നെ പറയാ, ഇന്ന് നിന്റെ ജീവിതത്തിൽ അവസാനത്തെ വഴുതും രാത്രിയൊക്കെയാണ്. നല്ലതുപോലെ ഇരുന്നോ, കേട്ടോ, നല്ലതുപോലെ അങ്ങോട്ട് നിയ്യത്ത് ചെയ്ത് ദുആ ചെയ്തിട്ട് ഇറങ്ങിക്കോ. നാളെ ഇതേ സമയം കുമ്മൻ ഉസ്താദ് വഴുതു പറയാറുണ്ട്. നീ പള്ളിക്കാട്ടി കിടന്ന് കേൾക്കണം. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പള്ളിക്കുഴി പോകാ. അതുകൊണ്ട് റെഡി ആയിട്ട് അങ്ങോട്ട് ഇരുന്നോ. ജീവിതത്തിൽ നല്ലതൊക്കെ ഇന്ന് ദുആ ചെയ്യുമ്പോ കരഞ്ഞോ. കാരണം നിനക്ക് ഇന്നും കൂടെ അവസരമുള്ളൂ, നാളെ ഇല്ല. ഇന്നും കൂടെ ഉള്ളൂ. നന്നായിക്ക് വേണം. നന്നാകണോ നശിക്കണോ നീ തീരുമാനിക്കുക. ഇന്നത്തെ ദിവസം നിനക്കുള്ളത്.
സിറാജിനുള്ളത് നിങ്ങൾക്കുള്ളത് ഉസ്താദന്മാർക്കുള്ളത് വേണമെങ്കിൽ നന്നായിക്കോ, ഇനി ഒരു അവസരം നിനക്കില്ല, ഇനി തന്നില്ല എന്ന് അള്ളാഹുവിനോട് പറയരുത്. എനിക്കൊരു അവസരം തന്നില്ലല്ലോ അല്ലാ എന്ന് ഒരു മനുഷ്യനും പരാതി പറയരുത്. അള്ളാഹു നന്നാവാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആ ഫിർദൗസിന്റെ അവകാശികൾ ആരാ നബിയേ? ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ 100ാമത്തെ പദവിയായ ആ സ്വർഗ്ഗത്തിന്റെ അവകാശി ആരാ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ കൂടെ കിടക്കുന്ന ആ വിഭാഗം ആരാ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗത്തിലെ ജന്നാത്തുൽ ഫിർദൗസിന്റെ 1ാമത്തെ അവകാശി ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, അല്ലാഹു കൊടുത്തിരിക്കുന്ന ആയുസ്സുണ്ടല്ലോ, അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ ജീവിതമുണ്ടല്ലോ, ആരല്ലാഹുവിന് കൊടുക്കുന്നുണ്ടോ അവന് ഫിർദൗസിന്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തന്നിരിക്കുന്ന ഈ ജീവിതമുണ്ടല്ലോ, എന്റെ പ്രിയമുള്ളവരെ, ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാൻ കഴിയുമോ, നിന്റെ ജീവിതം അല്ലാഹുവിന് വേണ്ടിയാണ്. ഈ വഅദ് പറയുന്ന സിറാജിന് ഈ 31 കൊല്ലത്തെ ഈ ആയുസ് റബ്ബിനാണ് കൊടുത്തതെന്ന് പറയാൻ എനിക്ക് കഴിയില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം അല്ലാഹുവിന് കൊടുക്കണം. പടച്ചറപ്പ് തന്ന ഈ ആയുസ് പടച്ചറപ്പിന് കൊടുത്താൽ എന്റെ പ്രിയമുള്ളവരെ, ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിൽ നിനക്ക് കിടക്കാകടിയോ? എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും അല്ലാഹു തന്ന ആയുസ് ഇങ്ങനെ വെറുതെ കളയുകയാ? ഒരു വിലയും നൽകാറില്ലല്ലോ, സമയത്തിനൊരു വിലയില്ലല്ലോ, പാഴാക്കി കളയുന്നവരാണല്ലോ. എങ്കിൽ ഈ സമയത്തിനൊരു വിലയുണ്ട് ചെറുപ്പക്കാരാ. ഈ സമയത്തിന്റെ വില മനസ്സിലാകുന്നത് എപ്പോഴെന്നറിയുമോ? ചുമ്മാതെ തള്ളിക്കളയുന്ന, നിസാരമായി തള്ളിക്കളയുന്ന ഈ സമയത്തിന്റെ വില നിനക്ക് തിരിയുന്നത് എപ്പോഴെന്നറിയുമോ? അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അസ്റായിലിനെ കാണുന്ന സമയമുണ്ടല്ലോ, അസ്റായിലിനെ കാണുന്ന സമയമുണ്ടല്ലോ, പടച്ചവരേ, വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഈ പാഴാക്കി കളയുന്ന സമയത്തിന്റെ വില നിനക്ക് മനസ്സിലാകുന്നത് എപ്പോഴെന്നറിയുമോ? ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, അസ്റായിൽ നിന്നെ കൊണ്ടുപോകാൻ വരുന്ന സമയമുണ്ടല്ലോ, അപ്പോഴാണ് തിരിയുന്നത്, അപ്പോഴാണ് മനസ്സിലാകുന്നത്. അവിടെ കടന്നിട്ട് നീ തെണ്ടുന്നു അസ്റായില്, ഒരു നിമിഷം ദാസ്റായില്, ഒരു സെക്കൻഡ് ദാസ്റായില്. ഞാനും നിങ്ങളും മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഒരു നിമിഷത്തിന് വേണ്ടി അല്ലാഹുവേ കടന്ന് യാചിക്കുമെന്ന് ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പാഴാക്കി കളയുന്ന സമയത്തിന് വല്ലാത്ത വിലയാ. അല്ലാഹു തന്നിരിക്കുന്ന ആയുസ് നിനക്ക് സുഖിക്കാനാണെന്ന് നീ കരുതുന്നുണ്ടോ? നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കാനാണെന്ന് തോന്നുന്നുണ്ടോ? അല്ലാഹു തന്നെ എന്നോടും നിങ്ങളോടും ചോദിക്കുകയാ. അല്ലാഹു ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് ചോദിക്കുന്നത്, ഒരു താക്കീതിന്റെ സ്വരത്തിലാണ് ചോദിക്കുന്നത്. ഏ മനുഷ്യ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ചെറുപ്പക്കാരാ, അല്ലയാ മോനെ ചോദിക്കുന്നത്, അല്ലാഹു തന്നെയാ ചോദിക്കുന്നത്. നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സുഖിക്കാനാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല ചെറുപ്പക്കാരാ, നിനക്ക് തോന്നുന്നത് പോലെ തിന്ന് കുടിച്ചു ആസ്വദിച്ച് നടക്കാനല്ല അല്ലാഹു നിന്നെ സൃഷ്ടിച്ചതെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഇവിടത്തെ പള്ളിക്കാട്ടിൽ നിന്ന് എഴുന്നേറ്റ് പട്ടിയുടെയും
പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കൊടികുത്തിവെച്ച് ഇടഞ്ഞും നടന്ന കുഷ്ഠരോഗിയെ പോലെ ഉഹുദുമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു പോകുമല്ലോ. വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാത്ത പരലോകമാണല്ലോ. ഒരു പെണ്ണ് പ്രസവിച്ച വേദന അറിയാത്ത പരലോകമാണല്ലോ. പിഞ്ചു കുഞ്ഞുങ്ങൾ പേടിച്ചിട്ട് മുടി നിറച്ചു പോകുന്ന പരലോകമാണല്ലോ. തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന പരലോകമാണല്ലോ. തലയുടെ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പരലോകമാണല്ലോ. എല്ലാവരും തലതാറ്റി പിടിച്ച് കരയുന്ന പരലോകമാണല്ലോ. നരകത്തെ കാണുന്ന പരലോകമാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ആ പരലോകത്ത് വെച്ച് അല്ലാഹു മനുഷ്യരോട് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്തെന്നറിയോ ചെറുപ്പക്കാരാ? നാളെ പടച്ചിറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു ചൊല്ലുമ്പോൾ അല്ലാഹു ഒന്നാമതായി പടച്ചിറപ്പൊന്നാമതായി ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയുവോ? ഞാൻ തന്ന ആയുസ് നീ എന്തിനു വേണ്ടി ചെലവഴിച്ച ചെറുപ്പക്കാരാ? നിന്റെ ജീവിതം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചോ എന്ന് പടച്ചിറപ്പ് ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിന് മറുപടി പറയാതെ വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാ കഴിയില്ല മുസ്ലിമേ. അങ്ങനെ ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. അന്നോടാ കഴിയില്ലല്ലോ. കാലനക്കണമെങ്കിൽ അല്ലാഹു തീരുമാനിക്കണം. അങ്ങനെ ഒരു ദിവസം നിനക്ക് വരാനുണ്ട് ചെറുപ്പക്കാരാ. ആ പരലോകത്ത് വെച്ച് നീ നരകം കാണുന്ന ഒരു സമയമുണ്ട്. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കുന്ന മലക്കും തന്റെ അനുയായികളും പടച്ചുറപ്പേ رأتهم من مكان بعيد سمعوا لها تغيظا وزفيرا. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കെന്ന മലക്കും തന്റെ അനുയായികളും നരകത്തിന്റെ ഒരു ഭാഗത്തെ 70,000 ചങ്ങലയിൽ കെട്ടുകയോ. ഒരു ചങ്ങലയിൽ പിടിക്കുന്നത് 70,000 മലക്കുകളോ. ഒരു ചങ്ങലയിൽ ഒരു കുളത്തിന്റെ വലിപ്പം ഈ പ്രപഞ്ചത്തിനെക്കാളും വലുതോ. കോടാനുകോടി മലക്കുകൾ കരഞ്ഞു വിളിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് അവന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന കാഴ്ച കാണുമ്പോ എന്റെ പ്രിയമുള്ള മുസ്ലിമേ, നീ അവിടെ ഇരുന്നു കൊണ്ട് റബ്ബിനോട് പറയുന്നത് റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ. അവിടുന്ന് പറയുന്നു അല്ലാഹ്, കണ്ടു പടച്ചവര്, എന്റെ കണ്ണുകൊണ്ട് കണ്ടു പടച്ചവര്, നരകത്തിന്റെ തീ കണ്ടു പടച്ചവര്, നരകത്തിന്റെ ആഴം കണ്ടു പടച്ചവര്, നരകത്തിന്റെ വിളി കേട്ട് പടച്ചവര്, അതുകൊണ്ട് ഫർജിഅനാ ഒരവസരം കൂടെ തരുമോ അല്ലാഹ്? ഒരവസരം കൂടെ തരുമോ അല്ലാഹ്? ഒരു ചാൻസ് കൂടെ തായെന്ന് നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് കിടന്ന് യാചിക്കുമെന്ന് ഖുർആൻ പറയുന്നു. എന്റെ പ്രിയമുള്ളവരെ, ജീവിതം സുഖിക്കാറുള്ളതല്ല. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. എവിടെയും കേറി വരുമല്ലോ മരണം. മരണത്തിന് കേറി വരേണ്ട സ്ഥലമല്ലാഹു എവിടെയാണ് വരേണ്ടതെന്നറിയില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ചിലപ്പോൾ വിഭാഗത്തിന്റെ വീട്ടിലേക്ക് കടന്നു വരാ, പടച്ചവനെ മണിയറക്കകത്തേക്ക് കടന്നു വരാ, അല്ലെങ്കിൽ പ്രസവിച്ച 9.5 മാസക്കാലം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്നു മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പൊന്നുപോര് ഒന്ന് കാണുന്നതിന് മുമ്പ് അല്ലാഹു കുഞ്ഞിനെ കൊണ്ടുപോകാ, അല്ലെങ്കിൽ ഉമ്മയെ കൊണ്ടുപോകാ. പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ പരിസരത്തല്ലേ പൊന്നുമോര് ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുപോയത്? അല്ലാഹുവേ പടച്ചവനെ, എനിക്ക് ഓർമ്മയുണ്ട്, വാതിന് വരുമ്പോൾ ആ ചെറുപ്പക്കാർ സംസാരിക്കാൻ കഴിവില്ലാത്തവനാട് പടച്ചവനെ എഴുതി തന്നു ഉസ്താദ്. ഒരു സ്വാലിഹായ പെണ്ണിനെ കിട്ടാൻ, ഒരു അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണിനെ കിട്ടാൻ ദുആ ചെയ്യടേ ഉസ്താദ്. പടച്ചവനെ, കഴിഞ്ഞ ആഴ്ചയില്ലേ കല്യാണം കഴിഞ്ഞിട്ട് അല്ലാഹ് വിവാഹത്തിന്റെ 4ാമത്തെ രാത്രിയിലേ പടച്ചവരെ തന്റെ ജീവിതത്തിലേക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷയുമായി കടന്നു ചെന്നു. വിവാഹത്തിന്റെ 5ാമത്തെ ദിവസം 6 അടി മണ്ണെന്ന് പറയുന്ന ഖബറിലേക്ക് യാത്രയായി പോയ ഒരു ചെറുപ്പക്കാരന്റെ മയ്യത്ത്
മയ്യത്ത് നമ്മളിൽ പലരും കണ്ടവരല്ലോ, എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് മരണചിന്ത നല്ലതാ പൊന്നുമോനെ. മഹാനായ റബീഅ ഇബ്നു ഹൈസം റളിയല്ലാഹു തആല അൻഹു, റബീഅ റളിയല്ലാഹു തആല അൻഹു നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനാ. പക്ഷേ വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ കബർ കുടിച്ചിട്ടിരിക്കുകയാ. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കബറിനകത്ത് വന്നിറങ്ങിയിട്ട് കടന്ന് കരയുകയാ. പടച്ചവരെ, അവസാനം വൈകുന്നേരം തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് കബറിനകത്തേക്ക് ഇറങ്ങുകയാണ്. റബീഅ റളിയല്ലാഹു തആല അൻഹു കബറിനകത്ത് ഇറങ്ങിയിട്ട് പിന്നെയും കിടന്ന് കരയുകയാ. ജനങ്ങൾ ചോദിച്ചു, റബീഅ എന്തിനാണ് രാവിലെയും വൈകിട്ടും കബറിനകത്ത് കിടന്ന് കരയുന്നത്? റബീഅ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മനുഷ്യ, എപ്പോഴാണ് പോകേണ്ടതെന്നറിയില്ലല്ലോ, എപ്പോഴാണ് പോകേണ്ടതെന്നറിയില്ലല്ലോ. അതുകൊണ്ട് കടന്നു പഠിക്കുകയാണ് റബീഅ. ഞാൻ കബറിനകത്ത് കിടന്നിട്ട് പഠിക്കുകയാണെന്ന് പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പടച്ചറപ്പ് തന്ന ഈ ആയുസുണ്ടല്ലോ, അത് സുഖിക്കാനല്ല, ആസ്വദിക്കാനല്ല, മതിമറന്ന് ജീവിക്കാനല്ല, തോന്നിവാസം കാണിക്കാനല്ല. എന്റെ പ്രിയമുള്ളവരെ, കുടുംബത്തിന് വേണ്ടി ജീവിക്കാനല്ല. എല്ലാവരും ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ്, കുടുംബത്തിന് വേണ്ടിയാണ്. വാപ്പാ, നിനക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്കണ്ടോ? നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ, അല്ലാഹുവേ പടച്ചവരെ, ഈ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം വേണ്ടോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സുഖത്തിനും ആസ്വാദത്തിനും വേണ്ടി അല്ലാഹു തന്ന ആയുസ് നീ പാഴാക്കുമ്പോ, പൊന്നുമോനെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ജീവിതം എങ്ങനെ ചെലവഴിക്കണമെന്നറിയുമോ ചെറുപ്പക്കാരാ? പടച്ചറപ്പ് തന്ന ഈ ആയുസ് എങ്ങനെ ചെലവഴിക്കണമെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, ഞാൻ ഈ സൗന്ദര്യമില്ലാത്തവനാ നബിയേ. വല്ലാതെ കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കുന്ന സ്വഹാബിയാ. അവിടെന്ന് പറഞ്ഞു, നബിയേ, സ്വർഗത്തിലേക്ക് പോകുന്നതിന് ഈ നിറം തടസ്സമാകുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ചവരെ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ പിടിച്ചിട്ട്, ഇല്ല സഅദ്, നിറമൊരു തടസ്സമല്ല സഅദ്, സ്വർഗത്തിലേക്ക് കടന്നു പോകാ, നിറമൊരു തടസ്സമല്ലെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നീ ചോദിക്കാനുള്ള കാരണം എന്താ? പടച്ചവനെ, സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഒരു വിവാഹം കഴിക്കണമെന്ന് വല്ലാത്ത മോഹമാ നബിയേ. ഒരാളും എനിക്ക് വിവാഹം കഴിച്ചു തരുന്നില്ല. എനിക്ക് അഴകില്ലാത്തത് കൊണ്ട്, എനിക്ക് സൗന്ദര്യമില്ലാത്തത് കൊണ്ട്, എന്റെ ശരീരം മുഴുവനും കറുത്തത് കൊണ്ട് ആരും എനിക്ക് മക്കളെ കെട്ടിച്ചു തരുന്നില്ല നബിയേ. എനിക്കൊരു വിവാഹം കഴിക്കണമെന്ന് വല്ലാത്ത മോഹമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകനോട് അല്ലാഹുവേ, ആ ചെറുപ്പക്കാരനായ സഅദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഅദ്, ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനുണ്ടല്ലോ, ആ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ് റബ്ബേ. ആ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ഒരു മനുഷ്യന്റെ വീട് പറഞ്ഞു കൊടുക്കുകയാണ്. അംർ ഇബ്നു വഹബ് എന്ന് പറയുന്നു, ആ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനുണ്ടല്ലോ, ആ മനുഷ്യന്റെ വീട് പറഞ്ഞു കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഅദ്, ആ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ടു അദ്ദേഹത്തിന്റെ സുന്ദരിയായ മകള്, നീ പെണ്ണ് ചോദിക്കു സഅദ്, ഞാൻ വിവാഹം കഴിച്ചു തരാ പറഞ്ഞു എന്ന് പറസതു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിടുന്നു, അംർ ഇബ്നു വഹബ് എന്ന് പറയുന്നു, ആ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനുണ്ടല്ലോ,
ഏറ്റവും വലിയ കോടീശ്വരനുണ്ടല്ലോ, ആ മകന്റെ ആ മനുഷ്യന്റെ കൊട്ടാരത്തിന്റെ മുന്നിലേക്ക്, അംർ ഇബ്നു വഹബിന്റെ കൊട്ടാരത്തിലേക്ക് അല്ലാഹുവേ സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കടന്നു ചെല്ലുകയാ. എന്നിട്ട് എന്തേ എന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, നിങ്ങളുടെ പൊന്നുമോളെ എനിക്ക് വിവാഹം കഴിച്ചു തരാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുകയോ. അംർ ഇബ്നു വഹബിന് വല്ലാത്ത ദേഷ്യം തോന്നി, കറുത്ത കരിക്കട്ടയെ പോലെ ഇരിക്കുകയാണ്. പടച്ചവനെ വല്ലാത്ത ഒരു നിറമോ അല്ലാഹുവേ അവിടെ നാട്ടിയോടിക്കുകയാണ്. എന്റെ മകളെ നിനക്ക് വിവാഹം കഴിച്ചു തരില്ലെന്ന് പറഞ്ഞു അംർ ഇബ്നു വഹബ് എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ നാട്ടിയോടിക്കുമ്പോൾ ആ മനുഷ്യന്റെ സുന്ദരിയായ പൊന്നുമോളുണ്ടല്ലോ, വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന ഉപ്പോ, എന്തിനാണ് ആ ചെറുപ്പക്കാരനെ ആട്ടിയോടിച്ചത്? എന്തിനാ വാപ്പോ? അവന് സൗന്ദര്യമില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് സമ്മതമാ വാപ്പോ. ആ ചെറുപ്പക്കാരന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിടണമെങ്കിലോ അതിനൊരു കാരണമില്ലാതെ പറഞ്ഞു വിടില്ല വാപ്പോ. എനിക്ക് ആ മനുഷ്യനെ വിവാഹം കഴിക്കാ സമ്മതമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ പോയി പറയുമ്പോ അംർ ഇബ്നു വഹബ് എന്ന് പറയുന്ന കോടീശ്വരനുണ്ടല്ലോ, ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഓടുകയാണ്. ഓടിച്ചെന്ന് കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ ചുമ്മാതെ പറയുകയാണെന്ന്, കള്ളം പറയുന്നതാണെന്ന് കരുതി നബിയേ, എനിക്കെന്റെ പൊന്നുമോളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ സമ്മതമാണെന്ന് പറയുമ്പോ സഅദ് റളിയല്ലാഹു തആല വല്ലാത്ത സന്തോഷത്തിലാണ്, വല്ലാത്ത സന്തോഷത്തിലാ. അവസാനം അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്നിട്ട്, യാ റസൂലല്ലാഹ്, മഹർ കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല നബിയേ, ഞാൻ പാവപ്പെട്ടവനാ നബിയേ, ഈട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ ഒന്നുമില്ല നബിയേ. സഅദ് റളിയല്ലാഹു തആല അൻഹു, സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പറയുമ്പോ പ്രവാചകൻ പറഞ്ഞു, മഹാനായ സയ്യിദുനാ ഉസ്മാൻ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, മൂന്ന് സഹാബത്തിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. 200 ദിർഹം വെച്ച് നീ വാങ്ങിക്കോ. അല്ലാഹുവേ, സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 3 സഹാബത്തിന്റെ വീടിന്റെ മുന്നിലെത്തി. പടച്ചവരെ അവിടെ നിന്ന് ദിർഹം വാങ്ങി. പടച്ചറപ്പേ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. പ്രവാചകൻ പറഞ്ഞു, നാളെ നിന്റെ വിവാഹമാ, നാളെ നിന്റെ വിവാഹമാണ്. അതുകൊണ്ട് നീ പോയിട്ട് അല്ലാഹുവേ വിവാഹത്തിന് ആവശ്യമുള്ള സാധനം വാങ്ങൂ, മഹർ കൊടുക്കണമല്ലോ, വസ്ത്രം വാങ്ങണമല്ലോ. അതുകൊണ്ട് പട്ടണത്തിലേക്ക് പോയിട്ട് അല്ലാഹുവേ പുതുമണവാളനോട് വസ്ത്രം വാങ്ങാ പറഞ്ഞു വിടുമ്പോ സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ, അല്ലാഹുവേ എത്ര കൊല്ലത്തെ അഭിലാഷമാ, ഒരു സുന്ദരിയായ പെണ്ണിനെ കിട്ടി. വളരെ ആഗ്രഹത്തോടു കൂടി പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. വസ്ത്രം വാങ്ങാ കടന്നു ചെല്ലുമ്പോ ആരോ വിളിച്ചു പറയുകയാ, ഇസ്ലാമിനെതിരെ ശത്രുക്കൾ കടന്നു വരികയാണ്, യുദ്ധത്തിന് തയ്യാറെടുക്കണേ, യുദ്ധത്തിന് തയ്യാറെടുക്കണേ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെവിയിലേക്ക് യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആ വിളിച്ചു പറയുന്ന വിളിയെന്ന് കേൾക്കുമ്പോ പിന്നെ ചിന്തിക്കാനൊന്നുമില്ലായിരുന്ന ചെറുപ്പക്കാരാ, നാളെ തന്റെ കല്യാണമാണെന്നങ്ങ് മറക്കുകയാ. പെട്ടെന്ന് ചെന്നിട്ടൊരു കുതിരയെ വാങ്ങി, ഒരു വാളും വാങ്ങി, ഒരു പല്ലാകുവേ പടച്ചവനെ ഒരു തലപ്പാവ് വാങ്ങി, ഒരു പടയങ്ങിയും വാങ്ങി. എന്നിട്ട് കുതിരയുടെ മുകളിലേക്ക് കയറിയിട്ട് തുണി കൊണ്ട് കണ്ണല്ലാതെ ബാക്കി മുഴുവനും അങ്ങ് മറക്കുകയാ. കണ്ണ് 2 മുടിച്ചട്ട് ബാക്കി മുഴുവനും പടച്ചറപ്പേ വാങ്ങുന്ന തുണി കൊണ്ടങ്ങ് ചുറ്റിക്കെട്ടുകയാണ്. എന്നിട്ട് യുദ്ധക്കളത്തിലേക്ക് പായുകയാ. ശത്രുക്കളെ ഇടയിലേക്ക് പാഞ്ഞിറങ്ങിയിട്ട് ശത്രുക്കളെ മുഴുവനും അല്ലാഹുവേ വെട്ടിമുറിക്കുകയാ. സഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ നോക്കുകയാണ്. ആരാ പടച്ചവര്, ആരാ പടച്ചവര്? എല്ലാവരും ചോദിക്കുന്നു, ആ ചെറുപ്പക്കാരൻ ആരാ? അവൻ മനുഷ്യനാണോ മലക്കാണോ? ശത്രുക്കളെ മുഴുവനും വെട്ടിമുറിച്ചുകൊണ്ട് ശത്രുവിന്റെ മധ്യഭാഗത്തേക്ക് പാഞ്ഞു
പോകുന്ന ഒരു ചെറുപ്പക്കാർ. എന്റെ പ്രിയമുള്ളവര്, യുദ്ധം കഴിഞ്ഞു, സഹാബത്ത് ഷഹീദായവരുടെ ഇടയിലൂടെ നടന്നു പോകുമ്പോ ഈ ചെറുപ്പക്കാരൻ ആരാണെന്നറിയണമല്ലോ. ശത്രുക്കളെ മുഴുവനും വെട്ടി നുറുക്കിയോ. ഈ ചെറുപ്പക്കാരൻ ആരാണെന്നറിയാ കടന്നു ചെന്നു അല്ലാഹുവേ നോക്കുമ്പോ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുകയാണ്. മുഖത്തിട്ടിരിക്കുന്ന തുണിയങ്ങ് മാറ്റുമ്പോ സഹാബത്ത് അത്ഭുതപ്പെടുകയോ, സഹാബത്ത് അത്ഭുതപ്പെടുകയാണ്. ഓടി വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ആ ചെറുപ്പക്കാരൻ ആരെന്നറിയുമോ നബിയേ? മുഖം മറച്ചിട്ട് ശത്രുവിന്റെ ഇടയിലേക്ക് പാഞ്ഞുപോയ ആ ചെറുപ്പക്കാരൻ ആരെന്നറിയുമോ? അത് സഅദാ നബിയേ, സക്കറാത്തിന്റെ അവസ്ഥയിലാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്തേക്ക് ചെല്ലുകയാ. അല്ലാഹുവേ, നാളെ വിവാഹമാ, പടച്ചവരെ സ്വപ്ന ജീവിതത്തിലേക്ക് കിടക്കേണ്ടവനാ, പുതുവസ്ത്രം വാങ്ങാ റസൂലുള്ളാഹി പറഞ്ഞു വിട്ട ചെറുപ്പക്കാരനാ. മുഖമിങ്ങനെ മറച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് ചോദിച്ചു, സഅദേ, നാളെ നിന്റെ കല്യാണമല്ലേ സഅദേ? നാളെ നിന്റെ വിവാഹമായിരുന്നല്ലോ സഅദേ? ആ ചെറുപ്പക്കാർ എന്തിനാ നീ മുഖം മറച്ചതെന്ന് ചോദിക്കുമ്പോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്നെ കണ്ട, എന്നെ എങ്ങാനും നബിയെ അങ്ങ് കണ്ട എനിക്ക് യുദ്ധം ചെയ്യാൻ അനുവാദം തരില്ലല്ലോ. എന്റെ വിവാഹമാണല്ലോ, മടക്കി വിടുമെന്ന് എനിക്കറിയാ നബിയേ, അതുകൊണ്ടാണ് മുഖം മറച്ചത്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിൽ കിടക്കുമ്പോ പ്രവാചകനോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, യാ റസൂലല്ലാഹ്, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ എല്ലാവരും എന്റെ സമ്പത്ത് കൊടുത്തു, എന്റെ മക്കളെ കൊടുത്തു, എന്റെ കുടുംബം കൊടുത്തു, എന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ കൊടുത്തു. നാളെ പടച്ചറപ്പ് പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഞാൻ തന്ന ആയുസെന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവേ, നിന്റെ ദീനിന് വേണ്ടി കൊടുത്തു റബ്ബേ എന്ന് പറയാ കഴിയുമല്ലോ നബിയേ. എന്റെ പ്രിയമുള്ളവര്, അവസാനം സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിൽ കിടന്ന് മരണപ്പെടുകയാ. സഹാബത്ത് മുഴുവനും ഇങ്ങനെ നിൽക്കുമ്പോ പടച്ചവരെ, പ്രവാചകന് പുഞ്ചിരിച്ചുകൊണ്ട് മുഖമങ്ങ് തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പുഞ്ചിരിച്ചുകൊണ്ട് മുഖമങ്ങ് തിരിക്കുകയാ. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മയ്യത്തിന്റെ മുന്നിൽ നിന്ന് എന്തിനാ നബിയെ ചിരിച്ചത്? നബിയെ ചിരിക്കാനുള്ള കാരണമെന്താ? മുഖം തിരിക്കാനുള്ള കാരണമെന്താ? അവിടെന്ന് പറഞ്ഞു, സഹാബാ, സ്വർഗത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ, സ്വർഗത്തിലെ ഹൂറിനീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, ഈ ചെറുപ്പക്കാരന്റെ മയ്യത്തിന് വേണ്ടി പരസ്പരം തമ്മിലടിക്കുകയാണ്. ആ തമ്മിലടിക്കുന്ന രംഗത്തിൽ ഒരു പെണ്ണിന്റെ കാലങ്ങ് വെളിവായി സഹാബാ. അത് കണ്ടപ്പോഴാണ് ഞാൻ എന്റെ തല തിരിച്ചതെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു. പാതിരാത്രി ഒരുമിച്ച് കൂടി യുവത്തവേ പോടോ മോനെ, ജന്നാത്തിൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം നിനക്ക് വേടോ. വമിനന്നാസി മയ്യസിരി നഫ്സഹു ബിത്തിഗാ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. നിന്റെ ജീവിതം അല്ലാഹുവിന് കൊടുക്കാൻ കഴിയുമോ? നിന്റെ ആയുസുണ്ടല്ലോ, പടച്ചറപ്പ് തന്നിരിക്കുന്ന ഈ ജീവിതമുണ്ടല്ലോ, അത് അല്ലാഹുവിന് കൊടുക്കാൻ കഴിയുമോ? പകരം സ്വർഗ്ഗം തരാമെന്ന് അല്ലാഹു പറയുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് മോനെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാണ്, ഒരു ചെറുപ്പക്കാരന്റെ മഹത്വം നിനക്കറിയുമോ? നിന്റെ വില എന്താണെന്ന് നിനക്കറിയുമോ? അല്ലാഹുവിന്റെ റസൂല് അവിടെ നിന്ന് പറയുന്നു, സഹാബാ,
ഇന്ന ലില്ലാഹി തആല ഇബാദുൻ യുദഉ ലഹും യൗമൽ ഖിയാമത്തിൽ മനാദീർ യഖഅദൂന അലൈഹാ ഹും കൗമുൻ ലിബാസുഹും ഹരീർ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്തെ കോടാനുകോടി ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് നിൽക്കുമ്പോ ഒരു സിംഹാസനം കൊണ്ടുവരികയാണ്. ഒരു സ്വർണത്തിന്റെ സിംഹാസനം പട്ടുവസ്ത്രങ്ങളെ കൊണ്ടുവരികയാ. അല്ലാഹുവിന്റെ പരലോകത്ത് കൊണ്ടുവന്ന് വിൽക്കുകയാണ്. എല്ലാവരും അതിലേക്ക് നോക്കുകയാ. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആയിരിപ്പടമാർക്കാ നബിയേ? പ്രവാചകന്മാർക്കാണോ നബിയേ? സുഹദാക്കൾക്കാണോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ല, ആ സിംഹാസനം കാണുമ്പോ അവര് പോലും ആഗ്രഹിക്കുന്നു, അല്ലാഹ് അതെനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിലോ. അവര് പോലും ആഗ്രഹിക്കുന്ന സിംഹാസനമാ. അല്ലാഹുവിന്റെ റസൂലിനോട് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിച്ചു, നബിയേ, ആർക്കുള്ളതാ നബിയേ? ആ സുന്നത്തിന്റെ സിംഹാസനം ആർക്കുള്ളതാ നബിയേ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതാർക്കുള്ളതെന്നറിയുമോ? മോനെ, നിന്റെ ആത്മാർത്ഥ സുഹൃത്തിനുള്ളതാ. നീ എപ്പോഴും പറയും, ഇവൻ എന്റെ ആത്മാർത്ഥ സുഹൃത്താണെന്ന്. ആരാടാ നിന്റെ ആത്മാർത്ഥ സുഹൃത്ത്? പഠിച്ചവരെ, പള്ളിയുടെ മുന്നിൽ അസർ നമസ്കരിക്കാൻ പോകുമ്പോ ബൈക്ക് കൊണ്ടുവന്നിട്ട് സ്കൂളിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന കൂട്ടുകാരനല്ലോ. പഠിച്ചവനെ ട്യൂട്ടോറിയുടെ മുന്നില്, ബസ് സ്റ്റോപ്പിന്റെ മുന്നില് പഠിച്ചവനെ കളിക്കുന്നതിന് വേണ്ടി അല്ലാഹുവേ നല്ല കാര്യം ചെയ്യാൻ പോകുന്ന കൂട്ടുകാരനെ വിളിച്ചു കൊണ്ടുപോകുന്നവനാടോ? പഠിച്ചവരെ, നമ്മളെ പറയും ഇവൻ എന്റെ ആത്മാർത്ഥ സുഹൃത്താണെന്ന്. എന്റെ പ്രിയപ്പെട്ട ഉപ്പോ, എങ്കിലും നിന്റെ ആത്മാർത്ഥ സുഹൃത്ത് ജീവിതത്തിൽ ഇന്ന് വരെ ഒരിക്കലെങ്കിലും നിന്നെ കാണുന്ന ദിവസം, നിന്നെ കണ്ട സമയത്ത് സുബഹി നമസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച ഏത് കൂട്ടുകാരനാ ഉള്ളത്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ആത്മാർത്ഥ സുഹൃത്തെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയുവോ? ഇവൻ എന്റെ ആത്മാർത്ഥ സുഹൃത്താണെന്ന് ഞാനും നിങ്ങളും പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ആരെന്നറിയുവോ? എന്റെ പ്രിയമുള്ളവരെ, ഉഹദിന്റെ രണാങ്കണത്തിലെ യുദ്ധം കിടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, ഉഹദിന്റെ രണാങ്കണത്തിലെ ആളെ യുദ്ധമാണ്. സഹാബത്ത് മുഴുവനും തയ്യാറെടുക്കുകയാ. പാതിരാത്രിയിൽ പടച്ചെറുപ്പ് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു പാതിരാത്രി തന്റെ വീട് വിട്ട് വെളിയിലേക്ക് ഇറങ്ങുകയാ. എന്നിട്ട് തന്റെ ഏറ്റവും വലിയ ആത്മാർത്ഥ സുഹൃത്തിന്റെ വീടിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ്. ആത്മാർത്ഥ സുഹൃത്തുക്കളോ, രണ്ടുപേരും ആത്മാർത്ഥ സുഹൃത്തുക്കളോ. പാതിരാത്രി വീട്ടിൽ കടന്നു ചെന്നിട്ട് അവിടെ നിന്ന് വിളിക്കുന്നു, സഅദ് ഇബ്നു അബീ വഖാസ്, കൂട്ടുകാരാ, എന്റെ കൂടെയൊന്ന് വരുവോ? എന്റെ കൂടെയൊന്ന് വരുവോ? പാതിരാത്രി തന്റെ കൂട്ടുകാരനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കുകയാണ്. രണ്ടുപേരും കൂടെ കടന്നു ചെന്നു. പൊതുവെടുക്കാൻ പറഞ്ഞു പൊതുവെടുത്തു. എന്നിട്ടല്ലോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഇമാമത്ത് നിന്ന് 2 റക്അത്ത് നമസ്കരിക്കുകയാ. നമസ്കാരം കഴിഞ്ഞപ്പോ അവിടെ നിന്ന് തിരിഞ്ഞിരുന്നിട്ട് തന്റെ ആത്മാർത്ഥ കൂട്ടുകാരന്റെ കയ്യിൽ പിടിച്ചിട്ട് അവിടെ നിന്ന് പറയുന്നു, കൂട്ടുകാരാ, ഞാൻ ദുആ ചെയ്യാ പോവുകയാ, ഞാൻ ദുആ ചെയ്യാ പോവുകയാ. നീ മനസ്സറിഞ്ഞിട്ട് ആമീൻ പറയണേ, നീ ആത്മാർത്ഥമായി ആമീൻ പറയണേ. എന്നിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹ് നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങുകയാ. പടച്ചവരെ, എന്നെക്കാളും യോദ്ധാവായ, എന്നെക്കാളും ആരോഗ്യമുള്ള ഒരു എതിരാളി എനിക്ക് തരണേ അല്ലാഹ്. അവൻ എന്റെ കൈ രണ്ടും മുറിക്കടേ പടച്ചവര്, എന്റെ കാല് വെട്ടി മുറിക്കടേ പടച്ചവര്, എന്റെ ചെവി മുറിക്കണേ അല്ലാ, എന്റെ കണ്ണ് ചൂടുന്നെടുക്കണേ അല്ലാ, എന്റെ ശരീരം മുഴുവനും വെട്ടി മുറിക്കണേ അല്ലാ.
തന്റെ പ്രിയ കൂട്ടുകാരൻ ആമീൻ പറയാൻ മടിക്കുകയോ സഅദ് ഇബ്നു അബീ വഖാസിന്റെ കയ്യിൽ പിടിച്ചിട്ട് അവിടുന്ന് പറയുന്നു, ആത്മാർത്ഥ സുഹൃത്ത് ഒന്ന് ആമീൻ പറയുവോ, ഒന്ന് ആമീൻ പറയുവോ. നാളെ പടച്ചറപ്പിന്റെ സ്വർഗത്തിൽ ഒരുമിക്കേണ്ടവരല്ലോ. അവിടുന്ന് ദുആ ചെയ്യുന്നു, അല്ലാ എന്റെ കാല് രണ്ടും മുറിക്കടേ അല്ലാ. കൂട്ടുകാരൻ പുറകിലിരുന്നു ആമീൻ. എന്നിട്ട് അവസാനം അല്ലാഹുവിനോട് പറയുന്നു, റബ്ബേ ഇനി തിരിച്ചെന്നെ എന്റെ വീട്ടിലേക്ക് മടക്കല്ലേ അല്ലാ. ഈ കൂട്ടുകാരൻ സാക്ഷിയാ പടച്ചവര്, ഈ കൂട്ടുകാരൻ സാക്ഷിയാ പടച്ചവര്. എന്റെ പ്രിയമുള്ളവരെ, ഉഹദിന്റെ രണാകടത്തിൽ യുദ്ധം കഴിഞ്ഞു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ തെരഞ്ഞിട്ട് നടക്കുകയാ. സുബ്ഹാനല്ലാഹ്. ഓടിച്ചെല്ലുമ്പോ തന്റെ കൂട്ടുകാരനെ കാണുകയാ. കാല് രണ്ടും മുറിച്ചിട്ടുണ്ട്, കൈ മുറിച്ചിട്ടുണ്ട്, അല്ലാഹുവേ ചെവി മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ശരീരം മുഴുവനും 72ഓളം വെട്ടുകളെ കൊണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഓടിച്ചെന്ന് തന്റെ കൂട്ടുകാരന്റെ തലയെടുത്ത് മടിയിൽ വെച്ചപ്പോ അവിടെന്ന് പറയുന്നു, സഅദേ നാളെ പടച്ചറപ്പിന്റെ മുന്നിലെത്തുമ്പോ നീ എനിക്ക് സാക്ഷി നിൽക്കണേ സഅദേ. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഇതാ പൊന്നുപോരോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമിനോട് ഓർമ്മപ്പെടുത്തുകയാ, അല്ലാഹു തന്ന ആയുസ് പാഴാക്കല്ലോ, അല്ലാഹു തന്ന സമയം പാഴാക്കല്ലോ. വമിനന്നാസി മയ്യസിരി നഫ്സഹു ബുതിഗാ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. പടച്ചറപ്പ് തന്ന നിന്റെ ഈ ആയുസുണ്ടല്ലോ, നിന്റെ ഈ ജീവിതമുണ്ടല്ലോ, ഇത് പടച്ചറപ്പിന് നീ കൊടുത്ത അല്ലാഹു നിനക്ക് ജന്നാത്തിൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.